Hi everyone, welcome back to Harrison Academy YouTube channel. I am Rizwan Ramzan Ahmad. This is our YouTube marketing series continuation. And in this video, I am a tech guru or tech expert. So in this video, YouTube videos, content quality enhance, audio quality enhance, gadgets, microphones, so first and foremost thing, ആവശ്യമില്ലാത്ത ഗാഡ്ജറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ഗാഡ്ജറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗാഡ്ജറ്റ്സ് ആണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ മൈക്രോഫോൺ. ഓൾമോസ്റ്റ് എല്ലാ മൊബൈൽ ഫോൺസിനും വെരി ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള മൈക്രോഫോൺസ് ഇന്ന് അവൈലബിൾ ആണ്. സ്പെഷ്യലി നിങ്ങളൊരു ഐഫോണൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നേവരെ ഉപയോഗിച്ചതിൽ ഈവൻ മൈക്രോഫോൺസിനേക്കാളും ബെറ്റർ ക്വാളിറ്റിയിൽ ഓഡിയോ ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ട് കെൽപ്പുള്ളൊരു ഡിവൈസാണ് ഐഫോൺ എന്ന് പറയുന്ന ഡിവൈസ്. സോ നിങ്ങൾ പല സമയത്തായിട്ട് കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ മൊബൈൽ ഫോൺ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് സംസാരിക്കുന്നത് ഓഡിയോ റെക്കോർഡ് ചെയ്യേണ്ടിയിട്ടായിട്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഓഡിയോ ക്വാളിറ്റി ഈസ് വെരി 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 ഗുഡ്. നെക്സ്റ്റ് തിങ്, ലെറ്റ്സ് നിങ്ങൾക്കൊരു മൈക്രോഫോണിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഏത് മൈക്രോഫോണിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം ഡിപ്പെൻഡ്സ് ഓൺ യുവർ റിക്വയർമെൻ്റ് ഒക്കെ. ലെറ്റ്സ് നിങ്ങളൊരു വ്ളോഗറാണ്, അഥവാ നിങ്ങൾ ഇതേപോലെ ഞാനും നിങ്ങൾ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നത് പോലെ സ്ട്രെയിറ്റ് അപ്പ് വെച്ചിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മൈക്രോഫോണാണ് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന മൈക്രോഫോൺ. അതായത് നിങ്ങൾ നേരെ ക്യാമറൻ്റെ മേലെയോ അതല്ല ഇവിടെ നേരെ മുന്നിലായിട്ട് ഷോർട്ട് ഗൺ മൈക്രോഫോൺസ് ഒക്കെ പോലുള്ള മൈക്രോഫോൺസ് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ഗൺ മൈക്രോഫോൺസിലേക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. ഇന്ന് ഒരുപാട് കമ്പനിയുടെ മൈക്രോഫോൺസ് അവൈലബിൾ ആണ്. ഏറ്റവും എൻട്രി ലെവലായിട്ട് ബോയുടെ ഷോർട്ട് ഗൺ മൗണ്ടിങ് മൈക്രോഫോൺസ് അവൈലബിൾ ആണ്. അതിൻ്റെ മേലേക്കായിട്ട് റോഡിൻ്റെ തന്നെ മൾട്ടിപ്പിൾ കാറ്റഗറീസിലായിട്ടുള്ള മൈക്രോഫോൺസ് അവൈലബിൾ ആണ്. 5,000 റുപ്പീസിൻ്റെ ഷോർട്ട് ഗൺ മൈക്രോഫോൺസ് ഉണ്ട്, അതേപോലെ തന്നെ 10,000 ഉണ്ട്, 29,000 ഉണ്ട്. ഒരുപാട് ലെവലുള്ള മൈക്രോഫോൺസ് അവൈലബിൾ ആണ്, സ്പെഷ്യലി ഫോർ വ്ളോഗിങ് പർപ്പസസ്. ഇതിൻ്റെ മേലേക്കായിട്ട് ലെറ്റ്സ് നിങ്ങൾക്ക് ഇതേപോലെ സംസാരിക്കുന്ന വീഡിയോസ് തന്നെയാണ്. യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ വയേർഡ് മൈക്രോഫോൺസ്. ബോയുടെ തന്നെ എൻട്രി ലെവലിൽ 1,000 റുപ്പീസൊക്കെ വരുന്ന തരത്തിലേക്കായിട്ടുള്ള മൈക്രോഫോൺസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കുറച്ചുകൂടെ പൈസ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ വയേർഡ് ആയിട്ടുള്ള മൈക്രോഫോൺസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, വിച്ച് ഇസ് അഗൈൻ ഓഫ് ഗുഡ് ക്വാളിറ്റി. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യുന്ന വീഡിയോസ് തന്നെയാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് വയർലെസ് ആയിട്ടുള്ള മൈക്രോഫോണാണ്. നിങ്ങൾക്ക് വയർലെസ് ആയിട്ട് ഒരുപാട് മൈക്രോഫോൺസ് നെഗീൻ അവൈലബിൾ ആണ്, ബോയുടെ അവൈലബിൾ ആണ്, ഡിജിടെക്കിൻ്റെ അവൈലബിൾ ആണ്, റോഡിൻ്റെ അവൈലബിൾ ആണ്, DJൻ്റെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ബഡ്ജറ്റിൽ എന്താണോ വരുന്നത് ആ തരത്തിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് വോയിസ് ഓവേഴ്സും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞ ഡിവൈസസ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിവൈസസ് ഉപയോഗിക്കുന്നതിലല്ല ക്വാളിറ്റി വരുന്നത്, നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ്. ഇനി അതല്ല സ്പെസിഫിക്കലി ഫോർ വോയിസ് ഓവേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൈനാമിക് ആയിട്ടുള്ളതും കാർഡോയിഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള USB മൈക്രോഫോൺസും അതേപോലെ തന്നെ XLR മൈക്രോഫോൺസും അവൈലബിൾ ആണ്. എന്താണ് ഡിഫറൻസ്? USB മൈക്രോഫോൺസ് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ നമുക്ക് സ്റ്റുഡിയോ ക്വാളിറ്റി റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് സാധിക്കും. XLR മൈക്രോഫോൺസ് ആകുമ്പോൾ പ്രോപ്പർ സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്രോഫോൺസിനാണ് അവിടെ വരിക. ഒരുപാട് മൈക്രോഫോൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അഹൂജൻ്റെതും യമഹൻ്റെതും തൊട്ടിട്ട് സൂമിൻ്റെതും ഷൂറിൻ്റെതും വരെ അടക്കമുള്ള മൈക്രോഫോൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിക്ക പോഡ്കാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന ഒരു മൈക്രോഫോൺ ആയിരിക്കും ഷൂറിൻ്റെ ഒരു മൈക്രോഫോൺ എന്ന് പറയുന്നത്. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 40,000 റുപ്പീസ് മൈക്കിന് മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ മൈക്കിൻ്റെ പൈസ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആക്സസറീസിൻ്റെ റിക്വയർമെൻറ്റും കൂടുന്നുണ്ട്. ഈ ഷൂറിൻ്റെ മൈക്രോഫോൺ നിങ്ങൾക്ക് ഒരിക്കലും ലാപ്ടോപ്പിലേക്ക് മറ്റൊന്നും കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പിന്നീട് ഓഡിയോ ഇൻ്റർഫേസ്, അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു ക്ലൗഡ് ലിഫ്റ്റർ ആവശ്യമുണ്ടാവും. ഒരുപാട് ഗാഡ്ജറ്റ്സ് അഗൈൻ അവിടെ റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. സോ ബെറ്റർ കീപ്പ് ഇറ്റ് മിനിമൽ. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് USB ആയിട്ടുള്ള മൈക്രോഫോൺസ് തന്നെ നല്ല സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്രോഫോൺസിന് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൈക്രോഫോൺസ് ഉണ്ട്. മേയോണുണ്ട് മൈക്രോഫോൺസും. അതേപോലെ എൻട്രി ലെവലായിട്ട് ഒരുപാട് പൈസ ചിലവാക്കാതെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന USB മൈക്രോഫോൺസ് ആണ് മേയോണുണ്ടതും അതേപോലെ തന്നെ സാംസങ്ങിൻ്റെതും ആയിട്ടുള്ള ഒരുപാട് മൈക്രോഫോൺസും കാര്യങ്ങളൊക്കെ. ഇനി ഇതല്ലാതെ USB ആയിട്ടുള്ളതും അതേപോലെ തന്നെ XLR ആയിട്ടുള്ളതായിട്ടുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള മൈക്രോഫോൺസ് വരുന്നുണ്ട്. ഓഡിയോ ടെക്നിക്കിൻ്റെതും റോഡിൻ്റെതുമായിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള മൈക്രോഫോൺസ് ഒരുപാട് അവൈലബിൾ ആണ്. സോ ദി ഓൺലി പോയിന്റ് ഇസ് നിങ്ങൾക്ക് ആവശ്യമുള്ള മൈക്രോഫോൺസ് എന്താണ്, നിങ്ങളുടെ പേർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ വയർലെസ് മൈക്രോഫോണിന് ഡയറക്റ്റ്ലി ഷൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോ ആണ്. ഇനി ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോനെ ഞാൻ ഒരു AI ടൂൾ യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ ആണ്. ഞങ്ങളുടെ എല്ലാ വീഡിയോസിലും റെക്കോർഡ് ചെയ്ത വീഡിയോസിനെ വീണ്ടും പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഡസൻറ്റ് മാറ്റർ വാട്ട് ഗാഡ്ജറ്റ് യു ചൂസ് ടു റെക്കോർഡ്. നിങ്ങളുടെ എൻവയൺമെന്റിൽ ഒരുപാട് നോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് മൈക്രോഫോൺസ് ഉപയോഗിച്ചിട്ടും കാര്യമില്ല. ഈവൻ ഒരു എൻട്രി ലെവൽ ഒരു ബേസിക് മൈക്രോഫോൺ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു എൻവയൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഓഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷൂട്ട് ചെയ്യാനായിട്ടും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ. And if it was, please comment down below and subscribe to the channel. We'll see you in the next one. Until then, take care, stay tuned, and zero preachers.